യുവാക്കളെയും കുടുംബങ്ങളെയും കബളിപ്പിച്ച് വിവാഹം കഴിക്കുക, ഹണിമൂൺ കഴിഞ്ഞതിന് ശേഷം അവരുടെ സ്വർണവും പണവുമായി മുങ്ങുക. ഒന്നും രണ്ടുമല്ല, 25 യുവാക്കളാണ് അനുരാധ പാസ്വാൻ എന്ന 23-കാരിയുടെ വലയിൽ വീണത്. 7 മാസത്തിനിടെയാണ് അനുരാധ അതിവിദഗ്ധമായി യുവാക്കളെ കബളിപ്പിച്ച് വിവാഹം ചെയ്തത്. ഇത്തരത്തിൽ രാജ്യത്തെ നടക്കുന്ന വിവാഹ തട്ടിപ്പുകാരിയായി മാറിയിരിക്കുകയാണ് അനുരാധ പാസ്വാൻ. ഓരോ തവണയും വിവാഹത്തിനായി പുതിയ നഗരങ്ങൾ തിരഞ്ഞെടുക്കുന്ന അനുരാധ പുതിയ പേരും സ്വീകരിക്കും. ഇര ചൂണ്ടയിലായാൽ വൈകാതെ വിവാഹം കഴിക്കും. ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും വിശ്വാസവും സ്നേഹവും പിടിച്ചു പറ്റുന്നതുവരെ നല്ലവളായ മരുമകളായും ഭാര്യയായും അഭിനയിക്കും. വിശ്വാസം നേടിക്കഴിഞ്ഞാൽ പിന്നെ സ്വർണവും പണവുമായി നാടുവിടും. വീണ്ടും അടുത്ത നഗരത്തിൽ പുതിയൊരു പേരിൽ പ്രത്യക്ഷപ്പെടും. ഇതേ തട്ടിപ്പ് തുടരും. ഇതായിരുന്നു ഈ തട്ടിപ്പുകാരിയുടെ സ്ഥിരം തന്ത്രം. വിവാഹ തട്ടിപ്പിൽ അനുരാധ തനിച്ചായിരുന്നില്ല, ഒരു സംഘം തന്നെ അവൾക്കൊപ്പം ഉണ്ടായിരുന്നു. ആ തട്ടിപ്പ് സംഘത്തിന്റെ മുഖ്യ സൂത്രധാരയായിരുന്നു അനുരാധ പാസ്വാൻ. തൊഴിൽ രഹിതനായ ഒരു സഹോദരൻ മാത്രമുള്ള പാവപ്പെട്ട യുവതിയായാണ് ബ്രോക്കർമാർ അനുരാധയെ വരനും കുടുംബത്തിനും പരിചയപ്പെടുത്തുക. സഹായത്തിന് ആരുമില്ലാത്ത യുവതിക്ക് വിവാഹം കഴിക്കണമെന്നും നല്ലൊരു ജീവിതം തുടങ്ങണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള സ്വത്തോ പണമോ കയ്യിലില്ലെന്നും അവർ കുടുംബത്തെ അറിയിക്കും. സ്നേഹവും സഹാനുഭൂതിയും തോന്നി ഇവരെ വിവാഹം കഴിക്കാൻ വരനും കുടുംബവും തയ്യാറാകുന്നതോടെ കഥ ക്ലൈമാക്സിലെത്തുകയായി. കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ബ്രോക്കർ ഫീസായി 2 ലക്ഷം രൂപ ബ്രോക്കർ വരന്റെ കുടുംബത്തിൽ നിന്ന് ഈടാക്കും. തുടർന്ന് വിവാഹത്തിനുള്ള സമ്മതപത്രം തയ്യാറാക്കും. പിന്നീട് വീട്ടിലോ അമ്പലത്തിലോ വെച്ച് വിവാഹം. പിന്നെ മിടുക്കിയും സ്നേഹനിധിയും കരുണയുള്ളവളുമായ മരുമകളായി അനുരാധ നല്ല അടിപൊളി അഭിനയം ആരംഭിക്കും. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുമായും മികച്ച ബന്ധം സ്ഥാപിക്കും. വിശ്വാസം നേടിക്കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ ഉറക്കമരുന്ന് കലർത്തി എല്ലാവരെയും ഉറക്കിക്കിടത്തി സ്വർണവും പണവുമായി മുങ്ങുകയും ചെയ്യും. ഇത്തരത്തിൽ കഴിഞ്ഞ ഏപ്രിൽ 20-നാണ് സവായ് മധോപാർ സ്വദേശിയായ വിഷ്ണു ശർമ്മ എന്ന യുവാവ് അനുരാധയെ വിവാഹം കഴിക്കുന്നത്. ഹിന്ദു മതാചാര പ്രകാരമായിരുന്നു വിവാഹം. പപ്പു മീണ എന്ന വ്യക്തിയായിരുന്നു വിവാഹത്തിന്റെ ബ്രോക്കർ. അയാൾക്ക് കമ്മീഷനായി 2 ലക്ഷം രൂപയാണ് വിഷ്ണു നൽകിയത്. വിവാഹം കഴിഞ്ഞ് 2 ആഴ്ച പിന്നിട്ടപ്പോൾ വിഷ്ണുവിന്റെ 1.25 ലക്ഷം രൂപ വരുന്ന ആഭരണങ്ങളും 30,000 രൂപയുമായി അനുരാധ സ്ഥലം വിട്ടു. 30,000 രൂപ വില വരുന്ന മൊബൈൽ ഫോണും ഇതിനൊപ്പം ഇവർ കൊണ്ടുപോയി. ലോൺ എടുത്താണ് ഞാൻ വിവാഹം കഴിച്ചത്. അന്ന് രാത്രി ഒരു കുഞ്ഞിനെ പോലെ ഞാൻ ഉറങ്ങിപ്പോയി. ആരോ എനിക്ക് ഉറക്ക ഗുളിക തന്നതുപോലെ. വിഷ്ണു സംഭവത്തെപ്പറ്റി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഒടുവിൽ ഇവരുടെ കുടുംബം പോലീസിൽ പരാതി കൊടുക്കാൻ തീരുമാനിച്ചു. ഏപ്രിൽ 20-നായിരുന്നു അനുരാധയുമായുള്ള വിവാഹം. എന്നാൽ മെയ് 2-ാം തീയതി വീട്ടിലുണ്ടായിരുന്ന സ്വർണവും പണവും ഉൾപ്പെടെ കൈക്കലാക്കി ഭാര്യ മുങ്ങിയെന്നായിരുന്നു വിഷ്ണു ശർമ്മയുടെ പരാതി. വിഷ്ണു നൽകിയ വിവരങ്ങൾ വെച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അനുരാധ രാജസ്ഥാൻ പോലീസിന്റെ വലയിലായത്. അനുരാധയെ കുടുക്കാൻ വിവാഹക്കെണ്ണി തന്നെയാണ് പോലീസും തയ്യാറാക്കിയത്. ഒരു കോൺസ്റ്റബിളിനെ വരനാക്കി ബ്രോക്കറുടെ അടുത്തേക്ക് വിട്ടു. വിവാഹത്തിന് സമ്മതമറിയിച്ച് തയ്യാറായി എത്തിയ അനുരാധയെ ഇവർ കുടുക്കുകയായിരുന്നു. ഒരു ഏജന്റ് അനുരാധയുടെ ഫോട്ടോ പങ്കുവച്ചപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ അവസരം മുതലെടുത്ത് ഭോപ്പാലിൽ നിന്നും ഈ തട്ടിപ്പുകാരിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഭോപ്പാൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൻ വിവാഹ തട്ടിപ്പ് റാക്കറ്റിലെ കണ്ണിയാണ് അനുരാധയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. നേരത്തെ ഉത്തർപ്രദേശിലെ ആശുപത്രിയിൽ ജീവനക്കാരിയായിരുന്നു അനുരാധ. ദാമ്പത്യ പ്രശ്നങ്ങളെ തുടർന്ന് യുവതി ഭർത്താവുമായി വേർപിരിഞ്ഞു. പിന്നീട് ഭോപ്പാലിലേക്ക് താമസം മാറ്റി. ഈ സമയത്താണ് വിവാഹ തട്ടിപ്പ് സംഘവുമായി ബന്ധം സ്ഥാപിച്ചതെന്നും പോലീസ് പറയുന്നു. വിവാഹം ആലോചിക്കുന്ന യുവാക്കൾക്ക് വാട്സപ്പ് വഴി അനുരാധയുടെ ചിത്രം അയച്ചു കൊടുക്കുന്നതാണ് തട്ടിപ്പിന്റെ ആദ്യഘട്ടം. വിവാഹ ദല്ലാളുമാരാണെന്ന് പരിചയപ്പെടുത്തിയാണ് തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ടവർ യുവതിയുടെ ഫോട്ടോ അയച്ചു നൽകുക. തുടർന്ന് വിവാഹം ഉറപ്പിച്ചാൽ 2 മുതൽ 5 ലക്ഷം രൂപ വരെ ഇവർ ഈടാക്കും. വിവാഹം കഴിഞ്ഞാൽ അനുരാധ വരനൊപ്പം ഏതാനും ദിവസം താമസിക്കും. പിന്നീട് വരന്റെ സ്വർണവും പണവും വീട്ടിലെ വിലപിടിപ്പുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുമെല്ലാം കൈക്കലാക്കി ഇവർ മുങ്ങുകയാണ് ചെയ്യാറുള്ളതെന്നും പോലീസ് പറയുന്നു. വിവാഹ റാക്കറ്റിന്റെ ഭാഗമായിരുന്ന യുവതി വിവാഹം വൈകിയ യുവാക്കളെ ലക്ഷ്യം വെക്കുകയും വിവാഹം കഴിഞ്ഞ ഉടനെ അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കളുമായി മുങ്ങുകയായിരുന്നുവെന്നുമാണ് പോലീസ് പറയുന്നത്. നിയമപരമായിട്ടായിരുന്നു ഓരോരുത്തരെയും അനുരാധ വിവാഹം കഴിച്ചതും. കുറച്ചു ദിവസം വരനൊപ്പം താമസിച്ച് രാത്രിയിൽ മോഷ്ടിച്ച സ്വർണം, പണം, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവയുമായി മുങ്ങുകയാണ് അനുരാധയുടെ രീതിയെന്ന് മാൻപൂർ പോലീസ് സ്റ്റേഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥയായ മീത ലാൽ പറയുന്നു. ഇതേ രീതിയിൽ വിഷ്ണു ശർമ്മയുടെ പണവും സ്വർണവും കൈക്കലാക്കി മുങ്ങിയ യുവതി ഇതിനു പിന്നാലെ ഭോപ്പാലിലെ ഗബ്ബാർ മേഖലയിൽ നിന്ന് മറ്റൊരു യുവാവിനെ വിവാഹം കഴിച്ചിരുന്നു. ഈ സമയത്താണ് പോലീസ് സംഘം വേഷം മാറി യുവതിയെയും തട്ടിപ്പ് സംഘത്തെയും ബന്ധപ്പെട്ടത്. അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട പോലീസുകാരൻ വേഷം മാറി വിവാഹം ആലോചിക്കുന്ന യുവാവെന്ന വ്യാജേന വിവാഹ ദല്ലാളുമാരെ ബന്ധപ്പെട്ടു. ഇവർ മുഖേന അന്വേഷണ സംഘം യുവതിയെ കണ്ടെത്തുകയും
പിടികൂടുകയുമായിരുന്നു. തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ട രോഷിനി, രഘുബീർ, ഗോലു, മഷ്ബൂത് സിംഗ് യാദവ്, അർജാൻ തുടങ്ങിയവരെയും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരും ഉടൻ വലയിലാകുമെന്നും പോലീസ് പറഞ്ഞു. വിവാഹം വൈകിയ യുവാക്കളെയായിരുന്നു യുവതി പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത്. എന്തായാലും രാജ്യത്തുടനീളം സമാനമായ തട്ടിപ്പുകൾ നടക്കുന്നുവെന്നാണ് പോലീസിന്റെ വിശദീകരണം. പലപ്പോഴും തട്ടിപ്പിനിരയാകുന്ന യുവാക്കൾ നാണക്കേട് ഭയന്നും ഇനിയൊരു വിവാഹം നടന്നില്ലെങ്കിലോ എന്ന ചിന്ത കൊണ്ടും പരാതി കൊടുക്കാത്തതും തട്ടിപ്പുകാർ പിടിക്കപ്പെടാതിരിക്കാൻ കാരണമാകുന്നു. എന്തായാലും നാഗേന്ദ്രൻസ് ഹണിമൂൺസ് എന്ന സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിച്ച കഥാപാത്രത്തിന് സമാനമായിരുന്നു അനുരാധ എന്ന 23-കാരിയുടെയും തട്ടിപ്പ് രീതി. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.